ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 13-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. തിരുവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി നാം വേർതിരിക്കുന്നതിലൂടെ ആത്മപരിശോധനയ്ക്കും തിരുത്തലിനുമായി ദൈവോദ്ദേശം മനസ്സിലാക്കി ജീവിക്കുന്നതിന് നമുക്കിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 18 to 30. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ധനവാനായ പ്രമാണിയുടെ ചോദ്യങ്ങൾക്ക് ക്രിസ്തു നൽകുന്ന ഉത്തരമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു സംഭാഷണമാണ്. യേശു കർത്താവും ധനവാനായ മനുഷ്യനുമായി തമ്മിലുള്ള ഒരു സംഭാഷണം. താൻ ചെയ്യുന്നതും പ്രമാണിക്കുന്നതും ശരിയാണെന്നുള്ള ഈ മനുഷ്യൻ്റെ ധാരണകളെ തിരുത്തുന്നതിനായിട്ട് യേശു കർത്താവ് ഇവിടെ ശ്രമിക്കുകയാണ്. ഈ മനുഷ്യൻ നമ്മുടെ ഒരു പ്രതിനിധിയാകുന്നു. ഐ ആം ഓക്കെ എന്ന ധാരണയ്ക്ക് യു ആർ നോട്ട് ഓക്കെ എന്ന കാര്യമാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് പകർത്തു നൽകുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നാണ് ക്രിസ്തു അവനോട് പറയുന്നത്. നിന്റെ സമ്പാദ്യം വിട്ട് ദരിദ്രർക്ക് കൊടുക്കുക. ആരെയും അതിശയിപ്പിക്കുന്നതായ ഒരു വെല്ലുവിളി. പണവും സമ്പത്തുമായിരുന്നു അവൻ്റെ ദൈവം. യഥാർത്ഥ സമ്പത്ത് ആത്മീയ സമ്പത്താകുന്നു എന്ന് യേശു കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിൽ സമ്പന്നനായിരിക്കുന്നത് ആത്മീയ ദാരിദ്ര്യമാണ്. നിന്റെ ഭൗതിക രക്ഷയ്ക്കായി നീ കരുതി വെച്ചതൊന്നും നിന്റെ ആത്മരക്ഷയ്ക്ക് കാരണമാകില്ല എന്ന് യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഈ നോമ്പുകാലത്ത് ഈ വേദഭാഗം നമ്മെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുവാനായിട്ട് ക്രിസ്തു ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാം തികഞ്ഞവൻ എന്ന നമ്മുടെ ധാരണകളെ തിരുത്തുവാനായിട്ട് ഈ ഭാഗത്തിലൂടെ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധ്യമായി തീരണം. രണ്ടാമതായിട്ട്, പകുത്തു നൽകുന്നതിലൂടെ ആത്മീയ സമ്പത്ത് നേടുവാനായിട്ട് കഴിയുമെന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സമൂഹം ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഞാൻ സമ്പന്നതയിൽ കഴിയുന്നത് ഒരിക്കലും ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ ഭാഗം ആകുന്നില്ല. മൂന്നാമതായി, ഞാൻ എന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ, സ്വയം മുറിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ സൗഖ്യമാകുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന് യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഇനിയും നിനക്കൊരു കുറവുണ്ട് എന്നുള്ളത് നമ്മിലേക്ക് നോക്കുവാനായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. സ്നേഹത്തോടെയുള്ള സഹനമാണ് ഉയർപ്പിലേക്കുള്ള വഴി. മണ്ണിലേക്ക് മടങ്ങും മുമ്പ് മാനസം ശുദ്ധമാകുവാനായിട്ട് കർത്താവേകിയ കൃപയുടെ കാലമാകുന്നു നോമ്പ്. നമുക്ക് നമ്മുടെ കുറവുകളിലേക്ക് നോക്കി ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തിരുവചന സത്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മനസ്സ് ശുദ്ധമായി മറ്റുള്ളവർക്ക് സൗഖ്യമായി തീരുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവം അതിനായി നമ്മെ ഇടയാക്കട്ടെ. ആമേൻ.